എല്ലാവർക്കും ഫസ്റ്റ് ബൈ ഫർസാനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ ട്രെൻഡായിട്ട് മാറിയിട്ടുള്ള ഡാൽഗോണ കോഫിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലായ ഫസ്റ്റ് ബൈ ഫർസാന സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനെന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. നമുക്കിനി ഡാൽഗോണ കോഫിയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇത് നിങ്ങൾക്ക് ബ്രൂ അല്ലെങ്കിൽ നെസ്കഫെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഷുഗർ, പഞ്ചസാര, പിന്നെ അതുപോലെ തന്നെ വാട്ടർ, ചെറിയ ചൂടുവെള്ളമാണ് ഇതിനായിട്ട് ആവശ്യമായിട്ട് ഉള്ളത്. പിന്നെ മിൽക്ക് തണുത്ത പാലാണ് വേണ്ടത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഷുഗർ, വാട്ടർ, മിൽക്ക്. നമുക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് വേണ്ടത്. അത് ഇട്ട് കൊടുക്കാം. അതിലേക്കിനി 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ഇടാവുന്നതാണ്. പിന്നെ ചെറു ചൂടുവെള്ളം, അത് 2.5 ടേബിൾ സ്പൂണിൽ കവിയാൻ പാടില്ല. നമുക്കിത് മിക്സ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്താലും മതിയാവും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾക്ക് ഈ ഒരു മിക്സ് ഒരു പൊട്ടണ ബോട്ടിലിൽ എടുത്തിട്ട് അത് ഒന്ന് ഷേക്ക് ചെയ്താൽ മതിയാവും. ഒരു 5 to 10 മിനിറ്റ്സ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നതായിരിക്കും. ആ ക്രീമി ടെക്സ്ചർ കിട്ടണ വരെ നിങ്ങൾ ബീറ്റ് ചെയ്യുവാണെങ്കിൽ അത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സ്പൂൺ വെച്ചാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് അടിച്ച് ആ ഒരു ക്രീമി ടെക്സ്ചർ എന്നുള്ള രീതിയിൽ കാരമൽ ഫോമായിട്ട് മാറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് പതിയെ കാരമൽ ആ ഒരു ക്രീമി ടെക്സ്ചറായിട്ട് മാറുന്നുണ്ട്. ജസ്റ്റ് ആദ്യം ബീറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് പതയായിരിക്കും വരുന്നത്. ആ പതയിൽ നിർത്താൻ പാടില്ല. അത് കണ്ടിന്യൂസ് ഒരു തിക്ക് ക്രീം ആകണ വരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇത് ബീറ്റ് ചെയ്തിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് തിക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാലിലോട്ട് ഇടാവുന്നതാണ്. പാൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നല്ല തണുത്ത പാലാണ്. ഇപ്പോൾ ചിലർക്ക് പച്ചപ്പാലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചിലർക്ക് പച്ചപ്പാൽ പറ്റില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പാലൊന്ന് ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് ഫ്രീസ് ചെയ്താലും മതിയാവും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത്, പാലിൽ ഐസ് ക്യൂബ്സ് ഇട്ടാലും മതിയാവും. നമുക്കിനി ഇതിൻ്റെ പുറത്തേക്ക് ആ ക്രീമി ടെക്സ്ചർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഡാൽഗോണ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ക്രീമി ടെക്സ്ചർ ഇതിൽ നന്നായിട്ട് ടേസ്റ്റ് അറിയണമെങ്കിൽ ഈ ക്രീമി ടെക്സ്ചർ നന്നായിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡാൽഗോണ കോഫിയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലായ ഫസ്റ്റ് ബൈ ഫർസാന മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.